ഹലോ ഫ്രണ്ട്സ്, എയിം ഫോർ PSC MEM ചാനലിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് 2025 ജൂലൈ 5-ാം തീയതി ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് തസ്തികയിലേക്ക് നടന്ന എക്സാമിന്റെ മലയാളം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 79/2025. ആദ്യം ഇംഗ്ലീഷിലെ 10 ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോബ്ര റിറ്റ് ആൻഡ് ലാസ്റ്റ് അബൌട്ട് dash a frightening manner. The cobra writhed and lashed about dash a frightening manner. Options: option A 2, option B 4, option C in, option D none of this. പ്രപ്പോസിഷൻ ചേർക്കാനാണല്ലേ. അപ്പോൾ ഇവിടെ വരുന്ന ആൻസർ ഓപ്ഷൻ സി ഇൻ ആണ്. ദ കോബ്ര writhed and lashed about in a frightening manner. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ. She dash longer if she hadn't fallen. She dash longer if she hadn't fallen. Options നോക്കാം. ഓപ്ഷൻ എ would live, ഓപ്ഷൻ ബി wouldn't live, ഓപ്ഷൻ സി will have lived, ഓപ്ഷൻ ഡി would have lived. ഇതൊരു കണ്ടീഷണൽ സെന്റൻസ് ആണല്ലേ. അപ്പോൾ നോക്കിയേ, she dash longer if she hadn't fallen. അപ്പോൾ ഈഫ് ക്ലോസിൽ വന്നിരിക്കുന്നത് ഹാഡിൻറ്റ് ഫോളൻ ആണ്. അതിന്റെ ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ ഡി വുഡ് ഹാവ് ലിവ്ഡ്. ഇനി കണ്ടീഷണൽ സെന്റൻസിന്റെ റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഫ് പ്ലസ് സബ്ജക്ട് പ്ലസ് V1 വന്നാൽ, ഈഫ് ക്ലോസിൽ സബ്ജക്ട് പ്ലസ് V1 ആണ് വരുന്നതെങ്കിൽ കണ്ടീഷണൽ ക്ലോസിൽ സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് V1 വരും. ഓക്കെ. രണ്ടാമത്തെ കണ്ടീഷൻ, ഈഫ് ക്ലോസിൽ സബ്ജക്ട് പ്ലസ് V2 ആണ് വരുന്നതെങ്കിൽ കണ്ടീഷണൽ ക്ലോസിൽ സബ്ജക്റ്റ് പ്ലസ് വുഡ് ഓർ ഷുഡ് പ്ലസ് V1 വരും. അടുത്ത മൂന്നാമത്തെ കണ്ടീഷൻ, ഈഫ് ക്ലോസിൽ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ് വരുന്നതെങ്കിൽ കണ്ടീഷൻ ക്ലോസിൽ സബ്ജക്റ്റ് പ്ലസ് വുഡ് ഹാവ് ഓർ ഷുഡ് ഹാവ് പ്ലസ് V3 വരും. അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്നതിന്റെ അകത്ത് എന്താ വന്നിരിക്കുന്നത്? ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് കണ്ടീഷൻ ക്ലോസിൽ വുഡ് ഹാവ് ലിവ്ഡ് എന്ന് വന്നത്. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ, സംതിങ് ബിറ്റർ ആൻഡ് ഡാഷ് ടേസ്റ്റിംഗ് വാസ് കമ്മിങ് അപ്പ് ഇൻ ഹിസ് മൗത്ത്. സംതിങ് ബിറ്റർ ആൻഡ് ഡാഷ് ടേസ്റ്റിംഗ് വാസ് കമ്മിങ് അപ്പ് ഇൻ ഹിസ് മൗത്ത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ VILE വൈൽ, ഓപ്ഷൻ ബി VEIL വെയിൽ, ഓപ്ഷൻ സി VALE വെയിൽ, ഓപ്ഷൻ ഡി VAIL വെയിൽ. ഇതിലേതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ എ VILE വൈൽ. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു വെറുപ്പുളവാക്കുന്ന. അപ്പോൾ അവന്റെ വായില് കയ്പും ഒരു വെറുപ്പും ഉളവാക്കുന്ന ഒരു ടേസ്റ്റ് വന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ എ VILE വൈലാണ്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസിന്റെ അർത്ഥം കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഓപ്ഷൻ ബി VEIL വെയിൽ, അതിന്റെ അർത്ഥം എന്താ വരുന്നത്? മൂടുപടം എന്നാണ്. VEIL വെയിലിന്റെ അർത്ഥം മൂടുപടം. ഓപ്ഷൻ സി VALE വെയിലിന്റെ അർത്ഥം എന്താണ്? താഴ്വര. VALE വെയിൽ താഴ്വര. ഓപ്ഷൻ സി VAIL വെയിൽ കീഴടങ്ങൽ. VAIL വെയിലിന്റെ അർത്ഥം കീഴടങ്ങൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഐ തിങ്ക് ഹി ഈസ് ഫ്രം ലണ്ടൻ. ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ് ഐ തിങ്ക് ഹി ഈസ് ഫ്രം ലണ്ടൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഡസിൻ ഹി, ഓപ്ഷൻ ബി ഈസ് ഇൻ ഹി, ഓപ്ഷൻ സി ആമിൻറ്റ് ഐ, ഓപ്ഷൻ ഡി ആം ഐ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഈസ് ഇറ്റ് ഹി ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണ്. ക്വസ്റ്റ്യൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ഈസ് ആണ്. അപ്പോൾ ഈസിന്റെ നോട്ട് ചേർത്ത് ടാഗ് ഉണ്ടാക്കുക. ഓപ്ഷൻ ബി ഈസ് ഇറ്റ് ഹി. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദ ഗിവൺ സെന്റൻസ്. ഡോണ്ട് പുഷ് മീ ദ ബഗർ. ഇൻഡയറക്റ്റ് ഫോം എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഡോണ്ട് പുഷ് മീ ദ ബഗർ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ the beggar requested them did not push me. Option B, the beggar requested them not to push him. Option C, the beggar told them whether to push him. Option D, the beggar told them don't push him. The answer വരുന്നത് ഓപ്ഷൻ ബി, the beggar requested them not to push him. അപ്പോൾ ഇതൊരു ഇംപെററ്റീവ് സെന്റൻസ് ആണ്. ഇംപെററ്റീവ് സെന്റൻസ് റിപ്പോർട്ടിലേക്ക് മാറ്റുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് റിക്വസ്റ്റഡ്, അങ്ങനെ പ്ലീസ്ഡ്, അങ്ങനെയുള്ള വേർഡ് വെച്ച് വേണം
റിപ്പോർട്ട് ചെയ്യാൻ. അപ്പം ഇവിടെ ദ ബെഗർ ആയതുകൊണ്ട് റിക്വസ്റ്റഡ്. ഇവിടെ ബെഗർ അപേക്ഷിക്കുകയല്ലേ, എന്നെ തള്ളരുത്. അപ്പം നമ്മൾ ഇവിടെ കൊടുക്കുന്ന റിപ്പോർട്ടിംഗ് വെർബ് റിക്വസ്റ്റഡ് വരണം. പിന്നെ ഡോണ്ടിലാണ് ആരംഭിക്കുന്നത്, അതുകൊണ്ട് റിപ്പോർട്ടിംഗ് സെന്റൻസിൽ നോട്ട് ടു ചേർക്കണം. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ദ ബെഗർ റിക്വസ്റ്റഡ് ദം നോട്ട് ടു പുഷ് ഹിം. അടുത്ത ക്വസ്റ്റ്യൻ, അനറ്റോളിയൻ മീൻസ് പീപ്പിൾ ഓഫ് ഡാഷ്. അനറ്റോളിയൻ എന്ന് പറയുന്നത് എവിടത്തെ ആൾക്കാരെയാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഈസ്റ്റ് ഓഫ് ഏഷ്യ, ഓപ്ഷൻ ബി ഏഷ്യ മൈനർ, ഓപ്ഷൻ സി യൂറോപ്പ്, ഓപ്ഷൻ ഡി അറേബ്യൻ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഏഷ്യ മൈനർ ആണ്. ഏഷ്യ മൈനറിലെ ആൾക്കാരെ പറയുന്ന പേരാണ് അനറ്റോളിയൻ. അടുത്ത ക്വസ്റ്റ്യൻ, സിനോണിം ഓഫ് ഏലിയനബിൾ. ഏലിയനബിളിനെ സിനോണിം എഴുതാനാണ്. ഓപ്ഷൻ എ നെഗോഷ്യബിൾ, ഓപ്ഷൻ ബി കൺവേയബിൾ, ഓപ്ഷൻ സി ട്രാൻസ്ഫറബിൾ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. അലൈനബിൾ എന്നാൽ അർത്ഥം വരുന്നത് അന്യാധീനപ്പെടുത്താവുന്ന എന്നാണ്. എന്താണ് എലീനബിളിന്റെ അർത്ഥം? അന്യാധീനപ്പെടുത്താവുന്ന. അപ്പൊ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 3 ഓപ്ഷന്റെയും ആൻസർ ഏകദേശം അത് തന്നെയാണ്. നെഗോഷ്യബിൾ എന്ന് പറഞ്ഞാലും കൺവേയബിൾ എന്ന് പറഞ്ഞാലും ട്രാൻസ്ഫറബിൾ എന്ന് പറഞ്ഞാലും കൈമാറ്റം ചെയ്യാവുന്ന എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്. അതുകൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഇഡിയം ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന ഇഡിയത്തിന്റെ മീനിങ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇൻ റെഡ് ടേപ്പ്, ഓപ്ഷൻ ബി ടു ഫീൽ സാഡ്, ഓപ്ഷൻ സി വെരി റെയർലി, ഓപ്ഷൻ ഡി ഇൻ റിട്ടൺ ഫോം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇൻ റിട്ടൺ ഫോം. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന ഇഡിയത്തിന്റെ മീനിങ് ആണ് ഇൻ റിട്ടൺ ഫോം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ക്വാളിറ്റി ഓഫ് ബീയിങ് ക്ലെവർ, ഒറിജിനൽ ആൻഡ് ഇൻവെന്റീവ് ഈസ് ഡാഷ്. ദ ക്വാളിറ്റി ഓഫ് ബീയിങ് ക്ലെവർ, ഒറിജിനൽ ആൻഡ് ഇൻവെന്റീവ് ഈസ് ഡാഷ്. ഓപ്ഷൻ എ ഇനപ്റ്റിറ്റ്യൂഡ്, ഓപ്ഷൻ ബി ഇൻകോമ്പീറ്റൻസ്, ഓപ്ഷൻ സി ഇൻജെനുവിറ്റി, ഓപ്ഷൻ ഡി ക്ലംസിനെസ്. അപ്പോൾ ദ ക്വാളിറ്റി ഓഫ് ബീയിങ് ക്ലെവർ, ഒറിജിനൽ ആൻഡ് ഇൻവെന്റീവ് എന്ന് പറയുന്നതിന്റെ വൺ വേർഡ് ആണ് ഇൻജെനുവിറ്റി. ഇൻജെനുവിറ്റി എന്ന് പറഞ്ഞാൽ വൈദഗ്ധ്യം, എന്തെങ്കിലും തൊഴിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുപിടിക്കാനുള്ള ബുദ്ധി ഒക്കെയുള്ള ആ ഗുണത്തിന് പറയുന്ന പേരാണ് ഇൻജെനുവിറ്റി. ദ ക്വാളിറ്റി ഓഫ് ബീയിങ് ക്ലെവർ, ഒറിജിനൽ ആൻഡ് ഇൻവെന്റീവ് ഇസ് ഇൻജെനുവിറ്റി. ഇനി ഇനപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അയോഗ്യത. ഇനപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അയോഗ്യത. ഇൻകോമ്പീറ്റൻസ് എന്ന് പറഞ്ഞാൽ സാമർഥ്യമില്ലായ്മ. ഇൻകോമ്പീറ്റൻസ് സാമർഥ്യമില്ലായ്മ. ക്ലംസിനെസ് എന്ന് പറഞ്ഞാൽ പ്രാകൃതത്വം. ക്ലംസിനെസ് എന്താണ്? പ്രാകൃതത്വം. അടുത്ത ക്വസ്റ്റ്യൻ, റീഅറേഞ്ച് ദ പാർട്സ് ഓഫ് ദ സെന്റൻസ് ഇൻ കറക്റ്റ് ഓർഡർ. ഒരു സെന്റൻസിന്റെ 4 പാർട്സ് തന്നിട്ടുണ്ട്, അതിനെ കറക്റ്റ് ഓർഡറിലാക്കുക. സെന്റൻസിന്റെ പാർട്സ് ഏതൊക്കെയാന്ന് നോക്കാം. പി വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഓണസ്റ്റി, ക്യു പീപ്പിൾ വിൽ നോ, ആർ ഹൗ ഹാർഡ് യു ഹാവ് ട്രൈഡ്, എസ് ഇഫ് യു ഡു യുവർ വർക്ക്. അപ്പൊ ഇത് കറക്റ്റ് ഓർഡറിലാക്കുമ്പോൾ എങ്ങനെയാ വരുന്ന സെന്റൻസ്? ഇഫ് യു ഡു യുവർ വർക്ക് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഓണസ്റ്റി, പീപ്പിൾ വിൽ നോ ഹൗ ഹാർഡ് യു ഹാവ് ട്രൈഡ്. അങ്ങോട്ട് പറയാം. ഇഫ് യു ഡു യുവർ വർക്ക് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഓണസ്റ്റി, പീപ്പിൾ വിൽ നോ ഹൗ ഹാർഡ് യു ഹാവ് ട്രൈഡ്. ദ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിലെ 10 ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്ത മലയാളത്തിലെ 10 ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, അജഗര ന്യായം എന്ന ശൈലിയുടെ പൊരുളെന്ത്? അജഗര ന്യായം എന്ന ശൈലിയുടെ പൊരുളെന്ത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സ്വയം പര്യാപ്തമാകുക, ഓപ്ഷൻ ബി തൃപ്തിയാകുക, ഓപ്ഷൻ സി ഒന്നിനു വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക, ഓപ്ഷൻ ഡി തന്റെ കാലിൽ നിൽക്കുക. ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ സി, ഒന്നിനു വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക. അതിന്റെ ശൈലിയാണ് അജഗര ന്യായം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് വാക്യശക്തി വരുത്തിയ ഒരു വാക്യം എടുത്തെഴുതുക. ഓപ്ഷൻ എ, ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ഓപ്ഷൻ ബി, ഇന്നലെ പെയ്തു തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ഓപ്ഷൻ സി, ഇന്നലെ മുതൽ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ഓപ്ഷൻ ഡി, ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി,
ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. അത്ര എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയ മഴ, അല്ലെങ്കിൽ ഇന്നലെ പെയ്തു തുടങ്ങിയ മഴ, അങ്ങനെ നീട്ടി എഴുതേണ്ട ആവശ്യമില്ല. ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. അതാണ് ആൻസർ. അടുത്തത് ശരിയായ പദം എടുത്തെഴുതുക. സ്വൈര്യം എന്നത് ശരിയായിട്ട് എങ്ങനെ എഴുതാം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. സ്വൈര്യമല്ല, സ്വൈരം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചേർത്തെഴുതുക. ആ പ്ലസ് ഇടം, അവിടം. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ആ പ്ലസ് ഇടം, അവിടം. അടുത്ത ചോദ്യം കം ഇൻ ഹാൻഡി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാള അർത്ഥം. കം ഇൻ ഹാൻഡി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാള അർത്ഥം. ഓപ്ഷൻ എ നടപ്പിൽ വരിക, ഓപ്ഷൻ ബി വെളിച്ചത്ത് വരിക, ഓപ്ഷൻ സി തക്ക സമയത്ത് പ്രയോജനപ്പെടുത്തുക, ഓപ്ഷൻ ഡി പൊരുത്തപ്പെടുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി തക്ക സമയത്ത് പ്രയോജനപ്പെടുത്തുക. അടുത്ത ചോദ്യം പിരിച്ചെഴുതുക. വിണ്ടലം എന്ന വാക്ക് എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? വിൺ പ്ലസ് തലം, വിണ്ടലം, വിൺ പ്ലസ് തലം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ ശരിയായ അർത്ഥം കണ്ടെത്തുക. പദങ്ങൾ ഇതൊക്കെയാണ്: കന്ദരം, കന്താരം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കിഴങ്ങ്, ആദികന്ധം. ഓപ്ഷൻ ബി ഗുഹ, പേരാൽ. ഓപ്ഷൻ സി ഹൃദയം, ഉപകരണം. ഓപ്ഷൻ ഡി ഉടമ്പടി, വരൾച്ച. എന്താണ് ആൻസർ വരുന്നത്? കന്ദരം, കന്താരം എന്നീ പദങ്ങളുടെ അർത്ഥം ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ഗുഹ, പേരാൽ. കന്ദരം എന്ന് പറഞ്ഞാൽ അർത്ഥം ഗുഹ, കന്താരം എന്ന് പറഞ്ഞാൽ പേരാൽ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം വിപരീത പദം എഴുതുക. ഉത്കർഷം എന്ന പദത്തിന്റെ വിപരീത പദം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ അഭ്യുദയം, ഓപ്ഷൻ ബി അഭ്യുന്നതി, ഓപ്ഷൻ സി അപകർഷം, ഓപ്ഷൻ ഡി അധോഗതി. ഉത്കർഷം എന്ന വാക്കിന്റെ വിപരീത പദം ഏതാണ്? ഓപ്ഷൻ സി അപകർഷം. ഉത്കർഷത്തിന്റെ വിപരീതമാണ് അപകർഷം. അടുത്ത ചോദ്യം പര്യായ പദം എഴുതുക. ആരാമം. ആരാമം എന്ന പദത്തിന്റെ പര്യായ പദം. ഓപ്ഷൻ എ പ്രഭവം, സങ്കേതം. ഓപ്ഷൻ ബി അരവിന്ദം, സരസ്. ഓപ്ഷൻ സി കേസരം, ബിസം. ഓപ്ഷൻ ഡി പൂന്തോട്ടം, ഉദ്യാനം. ആരാമം എന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ് ഓപ്ഷൻ ഡി പൂന്തോട്ടം, ഉദ്യാനം. അടുത്ത ചോദ്യം ഐറണി എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ മലയാള അർത്ഥം. ഓപ്ഷൻ എ വിപരീത പ്രശ്നങ്ങൾ, ഓപ്ഷൻ ബി വിപുലീകരണം, ഓപ്ഷൻ സി വിപരീതാർത്ഥ പ്രയോഗം, ഓപ്ഷൻ ഡി വിപരീതോദ്ദേശം. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി വിപരീതാർത്ഥ പ്രയോഗം. ഐറണി എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ മലയാള അർത്ഥമാണ് വിപരീതാർത്ഥ പ്രയോഗം. അപ്പൊ നമ്മൾ ഇന്ന് 79/2025 ക്വസ്റ്റ്യൻ പേപ്പറിലെ മലയാളം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് പഠിച്ചു. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു നോക്കാൻ സാധിക്കാത്തവര് ഈ ക്ലാസ് കേട്ട് പഠിക്കുക. ഇംഗ്ലീഷും മലയാളവും നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന ഒരു ഏരിയ ആണ്. അധികം ടോപ്പിക്ക് വരുന്നില്ല. നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അതുകൊണ്ട് കഴിയുന്നത്ര PYQ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് പഠിക്കുക. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ GK പാർട്ടിന്റെ ക്ലാസ് നമ്മുടെ ടെലിഗ്രാം ചാനലിലും അതുപോലെ എയിം ഫോർ PSC യൂട്യൂബ് ചാനലിലും ഉണ്ട്. അതോടെ കാണുക. അപ്പൊ നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.